ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വർക്ക്സ് ഉണ്ട്. പുറത്ത് നല്ല മഴയാട്ടോ, അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് കുറച്ച് വർക്കുണ്ട്. അത് നമ്മളെല്ലാം ക്രം കോട്ട് അടിച്ച് സെറ്റാക്കി വെച്ചതാണ്. ഇനി 1 by 1 ആയിട്ട് നമുക്ക് പണി തുടങ്ങിയാലോ. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള റെഗുലർ കസ്റ്റമർ തന്നെയാണ്. ആളുടെ ഫസ്റ്റ് ബർത്ത്ഡേയും സെക്കൻഡ് ബർത്ത്ഡേയും ഒക്കെ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഫുൾ കസ്റ്റമൈസേഷനാണ് കേട്ടോ. ഫസ്റ്റ് കേക്ക് വന്നിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു വൈൽഡ് തീമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വൈൽഡ് തീമിലുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു കേക്ക്. അപ്പോൾ 1.5 kg നമ്മൾ ഹൈറ്റിൽ ടോളാക്കിയിട്ട് ചെയ്തൊരു കേക്കായിരുന്നു. ഫ്ലേവർ വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. സോ അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ സംഭവം. സോ ഫസ്റ്റ് അവർ റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ബ്ലൂ ഷെയ്ഡിലാണ് എലിഫൻറ്റ് വരുന്നത്. പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വൈറ്റിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വൈറ്റിലുള്ള നമ്മളുടെ എലിഫൻറ്റ് കുട്ടനെ താഴെ വെച്ചു. ദെൻ മീൻസ് ഈ ഒരു ഇത് ഹാങ് ചെയ്ത് റോപ്പ് ഹാങ് ചെയ്ത് പോകുന്ന ബലൂണ് ഹാങ് ചെയ്ത് പോകുന്ന ഒരു ആന എന്നാണ് തീം വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോക്സ് ബോൾസ് ആ ഒരു കളറിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് വേണ്ടത്. ദെൻ ആ കളറിൽ നമ്മൾ ആ ഒരു സൈഡിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ സെക്കൻഡ് ബർത്ത്ഡേൻ്റെ ടോപ്പർ അത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു റോപ്പൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കണമല്ലോ. അത് നമ്മൾ ക്രീം കൊണ്ട് തന്നെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പണിയും കഴിഞ്ഞു. സിമ്പിളായിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ചെറിയൊരു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നേ. ഇത് നമുക്ക് വൈത്തിരിയിലേക്ക് എത്തിക്കേണ്ട ഒരു കേക്കാണ്. അപ്പോൾ അവിടെ വീട്ടിനടുത്തുള്ളൊരു നമ്മളെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. അവരെ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കും സെറ്റാക്കി എടുത്തു. പിന്നെയുള്ളൊരു കേക്ക് എൻ്റെ കസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അവർ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എഗ്ലെസ് ആണ്. ഫ്ലേവർ വരുന്നത് ബട്ടർ സ്കോച്ചാണ്. 1 kg ടോളാക്കി ചെയ്തു. ചേച്ചിയുടെ അനിയത്തിയുടെ മോന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എഗ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് സ്പൈഡർമാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡിസൈനും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാനാണ് സെറ്റാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിടുമോ. അങ്ങനെ നമ്മൾ കുറച്ച് നമ്മളുടെ 2 സ്പൈഡർമാൻമാരെ മുകളിലും താഴെയിട്ട് സെറ്റാക്കി. ദെൻ നമ്മളെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അതൊന്ന് കേക്കിൻ്റെ ഒരു വാളിൽ ജസ്റ്റ് താഴെയിട്ട് കൊടുത്തു. പിന്നെ ഒരു വെബും പിന്നെ ഒരു സ്പൈഡേഴ്സിനെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തു. ദെൻ നമ്മളുടെ ഫോക്സ് ബോൾ ആ ഒരു കളർ തീമിലിടുന്ന ഫോക്സ് ബോളും ആഡ് ചെയ്തിട്ട് റൈറ്റിംഗ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ദെൻ നെക്സ്റ്റ് കേക്ക്. ഈ ഒരു കേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഗ്രൂം ടു ബിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എഗരൂരിലേക്കാണ് കേട്ടോ കേക്ക് കൊണ്ടു കൊടുക്കേണ്ടത്. ഡെലിവറി ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 kg തന്നെയാണ്. ബട്ടർ സ്കോച്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹൈറ്റ് ആക്കിയിട്ട് ചെയ്തതായിരുന്നു. കുറച്ച് ഫോക്സ് ബോളും പിന്നെ ഒരു ഗോൾഡൻ ഫ്ലേക്സും ദെൻ നമ്മളുടെ ടോപ്പറും ഇതായിരുന്നു ഡെക്കറേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചൊരു നല്ല ലുക്കും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫോക്സ് ബോൾ ഗോൾഡനിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ താഴെ മുകളിലായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തു. പിന്നെ നമ്മളുടെ ഗോൾഡൻ ഫ്ലെക്സ് തീരാനായിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അത് ജസ്റ്റ് ആ ഒരു ലൈന് പോലെ നമ്മളുടെ കേക്കിൻ്റെ ഹൈറ്റിൽ സെറ്റ് ചെയ്തെടുത്തു. റെഫറൻസിലുള്ളത് സിൽവർ ആയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടത് ഗോൾഡൻ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ഗോൾഡനിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഗ്രൂം ടു ബി ടോപ്പറും കൂടെ വെച്ചിട്ട് അതിൻ്റെ ലുക്ക് ഫൈനൽ കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഓരോന്നായിട്ട് പിക്കപ്പിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എടുത്തു കൊടുത്തു. ദെൻ നമ്മൾ ഡെലിവറിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എഗരൂരിലേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി സെറ്റാക്കി നമ്മൾ പോയി. അങ്ങനെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.